ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളത് 3-phase ഡി ബി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. എന്തൊക്കെയാണ് ഡിവൈസുകൾ, അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ 3-phase ഡി ബിയിൽ വരുന്നത് 3 ഫേസാണ്. 3 ഫേസ് എന്ന് പറയുന്നത് RYB എന്ന് പറയുന്ന 3 ഫേസാണ് വന്നിരിക്കുന്നത്. ഈ 3 ഫേസിൻ്റെ ഔട്ടാണ് നമ്മൾ ജസ്റ്റ് ഈ കാണുന്നത്. സെലക്ടറിൽ നിന്ന് നേരെ വന്നിരിക്കുന്ന ഔട്ടുകളാണ് ഈ വന്നത്. എന്താ ഓരോന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. R എന്ന് പറയുന്ന ഔട്ട് വന്നിട്ടുണ്ട്, Y എന്ന് പറയുന്ന ഔട്ട് വന്നിട്ടുണ്ട്, B എന്ന് പറയുന്ന ഔട്ട് വന്നിട്ടുണ്ട്. ഇത് ഓരോന്നും ഓരോ MCB സെക്ഷനിലേക്കാണ് കൊടുക്കുന്നത്. ആദ്യമേ തന്നെ കണക്ഷൻ വരുന്നത് KCBയുടെ മീറ്ററിൽ നിന്ന് നേരെ വരുന്നത് ഐസൊലേറ്ററിലേക്കാണ് വരുന്നത്. ഐസൊലേറ്ററിൽ നിന്നും ELC ബില്ലിൽ RCC ലെവലിലേക്ക് വരുന്നു. അതിൽ നിന്ന് നേരെ വരുന്ന സെലക്ടറിലേക്ക്. സെലക്ടറിൽ നിന്ന് വരുന്ന ഓരോ ഔട്ടുകളാണ് ഈ കാണുന്നത്. അതിൽ നിന്നും ഓരോ സെക്ഷൻ. ഇപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നത് നമ്മൾ നോക്കി അറിയാൻ പറ്റും. ഉണ്ട്, ഓരോ സെലക്ടറുകളാണ് 1, 2, 3 സെലക്ടറുകളാണ് ഓൾറെഡി ഉള്ളത്. അത് ഓരോന്നിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ മൂന്നാമത്തെ സെലക്ടറിൻ്റെ ബ്ലൂ എന്ന് പറയുന്ന ബ്ലൂ ഫേസ് വരുന്നത് ഈ സെക്ഷനിലേക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എത്ര MCBകൾ വേണമെന്നുള്ളത് ആദ്യമേ തന്നെ നമ്മൾ തീരുമാനിക്കണം. വീടിൻ്റെ പണി തുടങ്ങുന്നതിന് മുന്നേ തന്നെ തീരുമാനിക്കണം. അതായത് 6 വേ ഉണ്ട്, 8 വേ DBകളുണ്ട്, പല ടൈപ്പ് വേകളുണ്ട്. ആ 3 ഫേസിൽ തന്നെ 6 വേ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫേസിൽ 6 MCB വരുന്നതാണ് 6 വേ എന്ന് പറയുന്നത്. 8 വേ എന്ന് പറയുന്നത് ഒരു ഫേസിൽ 8 MCB. അപ്പോൾ 3 ഫേസിലും കൂട്ടിയിട്ട് ഒരു 6 ഫേസിൻ്റെയാണ് 6 വേ ആണെങ്കിൽ 6 3 18 MCB കൊടുക്കാം. ഇനി അതല്ല 8 വേ DB ആണെങ്കിൽ 3 ഫേസും കൂട്ടി 7 3 24 MCB നമുക്ക് കൊടുക്കാം. ഇനി വരുന്ന സർക്യൂട്ടുകൾ, അതായത് എല്ലാം ആശ്രയിച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ മൊത്തം എത്ര സർക്യൂട്ടുകൾ, എത്ര റൂമുണ്ട്, അതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഈ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എർത്ത് റോഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് എല്ലാ സെക്ഷനിൽ നിന്ന് വരുന്ന എർത്തുകൾ, സർക്യൂട്ടിൻ്റെ എല്ലാ എർത്തുകളും നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുക്കുന്ന ബാറാണ് ഈ കാണുന്നത്. അതിൽ നിന്നും വേണ്ട ഇതുപോലെ എർത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ബാറിൽ നിന്നും നേരെ നമ്മൾ കൊണ്ടുപോയി നേരെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് മീറ്റർ ബോക്സ് എർത്ത് ചെയ്യും. അതിനുശേഷം നേരെ എർത്ത് നമ്മൾ താഴെ എർത്ത് കോപ്പർ വഴിയായിട്ട് എർത്ത് റോഡ് അടിച്ച് ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ വരുന്ന അടുത്ത സെക്ഷനിൽ വരുന്നത് ന്യൂട്രൽ സെക്ഷനാണ്. ന്യൂട്രൽ സെക്ഷൻ ഇതിനകത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നെ വരുന്നത് നമ്മൾ കണ്ടു 3 സെലക്ടറുകൾ കണ്ടു. ഈ 3 സെലക്ടറിൻ്റെ ഓരോ ഔട്ടുകൾ വന്നതിന് ശേഷം നമ്മൾ ഓരോ സെക്ഷനിലേക്കാണ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ വരുന്ന ന്യൂട്രൽ ലിങ്ക് അതിൻ്റെ സൈഡിലുണ്ട്. അതിനോട് ചേർന്നിട്ടാണ് നമ്മൾ പല DBകളും പല സെക്ഷനുകളായിട്ടാണ് വരുന്നത്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഈ ലിങ്കർ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. 8 വേ DB ആണ്, അതായത് 8 MCB ആണ് വരുന്നത്. കമ്പനി അതിൻ്റെ കൂടെ ലിങ്കർ തന്നിട്ടുണ്ട്. ആ ലിങ്കർ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ലിങ്കർ ഉപയോഗിച്ചില്ല എന്ന് വിചാരിച്ചാൽ കുഴപ്പമില്ല. ലിങ്കറുകൾ നേരെ താഴെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നീറ്റായിട്ടിരിക്കും. അതിനുശേഷം ആ പറയുന്ന ഏതാണോ ഫേസ് RYB എന്ന് പറയുന്ന ഫേസ്, ആ ഫേസിൽ നിന്ന് ഔട്ട് അതിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ എല്ലാ MCBകളിലേക്കും സപ്ലൈ ആയി കഴിഞ്ഞു. അതിനുശേഷം നേരെ മുകളിൽ നിന്നുമാണ് നമ്മൾ ഓരോ സർക്യൂട്ടിൻ്റെയും MCBകളുടെ മുകളിൽ നിന്നുമാണ് ഓരോ റൂമിലേക്കുള്ള സർക്യൂട്ട് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എടുക്കുന്നത്. ഇനി ഓരോ സെക്ഷനിലേക്കും റൂം, കിച്ചൺ, വാഷ് ബേസിൻ, അതുപോലെ തന്നെ ഇൻവെർട്ടർ സെക്ഷൻ, ഇതിൻ്റെയൊക്കെ MCBകളൊക്കെ എത്ര ആംബിയറിൻ്റെയൊക്കെ കൊടുക്കണമെന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്കതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.